ബിക്കോസ് എനിക്ക് ഏറ്റവും വിഷമം വന്നെന്ന് പറഞ്ഞാൽ ഒരു FIR ഇല്ലാത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു ആരാ പരാതി കൊടുക്കുന്നത്, എവിടെ പരാതിയില്ല, ഞാൻ തയ്യാറാ ചോദ്യത്തിന്. പക്ഷേ ആ സമയത്ത് പോലീസ് അറസ്റ്റ് വാറന്റ് ഇട്ടേരും അദ്ദേഹം ഒളിവിലാന്ന്. ഒരു നട്ടലും നിലപാടുള്ള നേതാവെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് ചോദ്യത്തിന് തയ്യാറായല്ല, അവരൊന്നും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതെവിടെ ഒരാഴ്ച. അപ്പം അതാണ് പ്രശ്നം വരുന്നത് ഇവിടെ. അപ്പം എൻ്റെ ഇതിൽ പാർട്ടി അദ്ദേഹത്തിന് പുറത്താക്കണം. നേതാക്കൾ പ്രതിപക്ഷം പ്രധാനം ഉയർത്തുന്നത് സ്ത്രീകൾക്ക് അഭിപ്രായങ്ങളില്ല കോൺഗ്രസ് പാർട്ടിയിൽ നടക്കമുള്ള കാര്യങ്ങൾ. മുമ്പും മാഡവും പല വിഷയങ്ങളിൽ അത്തരത്തിൽ സ്ത്രീകളെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പാർട്ടി സ്ത്രീകളെ അവഗണിക്കും. നിങ്ങൾ എൻ്റെ വായിൻ്റെ അകത്ത് വാക്കുകൾ ഇടാൻ പാടില്ല. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, എല്ലാ സ്ത്രീകളും ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. എല്ലാ സ്ത്രീകളും അവർക്കെല്ലാം നിങ്ങൾ തന്നെ ബൈറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടല്ലേ ഇദ്ദേഹത്തിനെ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്തത് പാർട്ടിയെന്നും അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് മാറ്റിയതും. അപ്പം എൻ്റെ ഇതിൽ KPCC പ്രസിഡൻറ്റും VD സതീശനും KC വേണുഗോപാലും രമേശ് ജി എല്ലാം കൂടിയിട്ടൊരു നടപടിയെടുക്കും, അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട വിവാദം? എൻ്റെ ഇതിൽ ബാധിക്കില്ല. പക്ഷെ എന്നാലും ഇതൊരു അൺനെസസറി ഡൈവേഷനാണ് ശബരിമല വിഷയത്തിന്. ഇപ്പം കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വിഷയം ശബരിമലയാണ്. അവിടുത്തെ ദൈവത്തിൻ്റെ അടുത്ത് നിന്നാണ് പൊന്ന് കട്ടത്, ദൈവത്തിൻ്റെ പൊന്ന്. എന്നിട്ട് അവരെ മന്ത്രികൾ ജയിലിലുണ്ട് ഇപ്പം. അപ്പം അതിൻ്റെ മേലെ ആയിരിക്കണം ചർച്ച. അതൊരു പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തെ ഉടൻ തന്നെ പുറത്താക്കണമെന്നതാണ് ഷമ ഹോമത്ത് മീഡിയ വണ്ണോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ആരിഫിനൊപ്പം അരവിന്ദ് PR, മീഡിയ.